മനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനസ, ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച് സന്ദീപ് വാര്യരുടെ സമാനമായ വാക്കുകൾ. 3 വാർഡുകളല്ലേ ഒലിച്ചു പോയുള്ളൂ, 500 പേരല്ലേ മരിച്ചുള്ളൂ. എന്തൊക്കെയാണ് മുരളീധരൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു നിലപാടാണ് കേന്ദ്ര മന്ത്രി കൂടിയായിരുന്ന വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് വലിയൊരു ദുരന്തത്തെ, അതായത് വയനാടിനെ ഒന്നടങ്കം തന്നെ ഇല്ലാതാക്കിയ ഒരു ദുരന്തത്തെയാണ് വളരെ നിസ്സാരവൽക്കരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കേന്ദ്രമന്ത്രി ഇന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഇന്ന് പ്രതിരോധിച്ചത്. വയനാട് ഒരു നാട് ഒലിച്ചുപോയി എന്ന് പറയുന്നത് തെറ്റാണെന്നും 2 പഞ്ചായത്തിലെയും 3 വാർഡുകൾ മാത്രമാണ് തകർന്നത് എന്നതാണ് മുരളീധരന്റെ വാക്കുകൾ. ഒപ്പം തന്നെ വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു നിലപാടാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നിരന്തരം സംസ്ഥാനം ആവശ്യപ്പെടുമ്പോഴും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കേന്ദ്രം പ്രതിരോധിക്കുന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കണ്ടുവന്നത്. അവസാനമായി SDRF ഫണ്ടിൽ തുക ബാക്കിയുണ്ട് എന്നതടക്കമുള്ള വാദങ്ങളായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തുടർന്നുണ്ടായ ചോദ്യങ്ങളിൽ ആണ് ഇന്ന് വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ദുരന്തം കഴിഞ്ഞ പിന്നാലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചതാണ്, അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ്. എന്നിട്ടുമാണ് ഇത്തരത്തിൽ ഒരു അവഗണന വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം അത്രത്തോളം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഈ 400ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഒപ്പം തന്നെ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടാകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉള്ളവയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെയാണ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. മലയാളികളെ തന്നെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് മുരളീധരന്റെ വാക്കുകളിൽ നിന്നും പ്രകടമായത്. ഒപ്പം തന്നെ മലയാളി കൂടിയാണ് മുരളീധരൻ. ഈ കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെട്ട് കേരളത്തിലെ ഒരു പ്രതിനിധി കൂടിയാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. തീർത്തും ഇത് വയനാട് ജനതയും ഒപ്പം തന്നെ കേരളത്തെ തന്നെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ പ്രതിരോധം സൃഷ്ടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിരന്തരം ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 1500 കോടിയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതൊന്നും തന്നെ സഹായമായി നൽകുന്ന ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ മനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.